ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് GSTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ CBDT. CBDTയുടെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CBDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. CBDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി ആണ്. എന്താണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അതോറിറ്റി ആണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. ഇവരാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? റൂൾസും അതുപോലെ തന്നെ ബാക്കി ഇൻകം ടാക്സ് അതോറിറ്റീസ് ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൽ നിന്നാണ്. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അതോറിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു അതോറിറ്റിയിൽ നിന്നാണ് ബാക്കി ഇൻകം ടാക്സ് അതോറിറ്റീസ് ഫോളോ ചെയ്യേണ്ട റൂൾസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ാണ് വാട്ട് ഇസ് പാൻ. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആണ് അല്ലേ? പാൻ കാർഡ് മിക്കവർക്കും ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ എന്താണ് പുതിയതായിട്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ പാൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു നമ്പറാണ്. ആ ഒരു നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസസ്സിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടാക്സ് മാറ്റേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു അസസ്സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടാക്സ് മാറ്റേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു നമ്പറാണ് എന്തെന്ന് പറയുന്നത് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്. 10 ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ആൽഫ ന്യൂമറിക് എന്ന് പറയുമ്പോൾ ആൽഫബറ്റ്സും ഉണ്ടായിരിക്കും നമ്പേഴ്സും ഉണ്ടായിരിക്കും. അങ്ങനെ ആൽഫബറ്റ്സും നമ്പേഴ്സും അടങ്ങിയിട്ടുള്ള 10 ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ഉള്ള ഒരു നമ്പറാണ് പാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ലാമിനേറ്റഡ് കാർഡിൻ്റെ ഫോമിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു കാർഡായിട്ടല്ലേ ഇഷ്യൂ ചെയ്യുന്നത്? പാൻ കാർഡ് എന്നാണ് നമ്മൾ പറയുക അല്ലേ? അപ്പം അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ് പാൻ എന്ന് പറയുന്നത്. അപ്പോൾ പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസസ്സിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടാക്സ് മാറ്റേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു നമ്പറാണ് പാൻ എന്ന് പറയുന്നത്. 10 ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലാമിനേറ്റഡ് കാർഡ് രീതിയിലാണ് ഫോമിലാണ് നമുക്ക് ഈ ഒരു പാൻ എന്ന് പറയുന്നത് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ാണ് വാട്ട് ഇസ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് അസസ്സിക്ക് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ഇൻകം ഉണ്ടായിട്ടുണ്ടോ ആ ഇൻകത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന അസസ്സി ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു അസസ്സിക്ക് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ഇൻകം ഉണ്ടായിട്ടുണ്ടോ ആ ഇൻകത്തിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഇസ് ബിലേറ്റഡ് റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേണിൽ വരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സിൽ വരുന്ന ഒന്നാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ. ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇൻകം ടാക്സ് റൂള് ചില ഡേറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റിന് മുന്നായിട്ടായിരിക്കണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ആ പറഞ്ഞിട്ടുള്ള ഇൻകം ടാക്സ് റൂള് മെൻഷൻ ചെയ്തിട്ടുള്ള സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റിന് മുന്നേ ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിട്ടേൺസിനെയാണ് ബിലേറ്റഡ് റിട്ടേൺ. അതായത് നമ്മൾ ഫയൽ ചെയ്യുന്നത് ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റിന് ശേഷമായിരിക്കും. ഇൻകം ടാക്സ് റൂള് പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ റിട്ടേണെയാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ാണ് വാട്ട് ഇസ് റിവൈസ്ഡ് റിട്ടേൺ. റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനൊരു അസസ്സി ആണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ ബിലേറ്റഡ് റിട്ടേണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻകം ടാക്സ് റൂളിൽ ഒരു ഡേറ്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നു. റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ടുള്ള സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്യൂ ഡേറ്റിന് മുന്നേ എൻ്റെ ഫയൽ റിട്ടേൺ ചെയ്യേണ്ട ആ ഒരു ഡ്യൂ റേറ്റിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇൻകം ടാക്സ് റിട്ടേൺ ഞാൻ ഫയൽ ചെയ്തു. പക്ഷേ അത് കഴിയുമ്പോൾ
ചെയ്യുമ്പോഴാണ് എനിക്കറിയുന്നത് ചില ഒമിഷൻസ് അതിലുണ്ടായിട്ടുണ്ട്. ചില ഇൻകംസ് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിൽ എനിക്ക് വന്നിട്ടുള്ള ഇൻകം അതിൽ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു റിട്ടേണിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അസസിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഫയൽ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ റിവൈസ് ചെയ്യുന്നതിനെയാണ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ഡ്യൂ ഡേറ്റിന് മുന്നേ എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഓൾറെഡി നമ്മൾ ഫയൽ ചെയ്യുകയാണ്. പക്ഷെ അത് ഫയൽ ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് അതിലെന്തുണ്ട്, ഒരു ഒമിഷൻ ഉണ്ട് അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും അസസിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു ഫയൽ റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് വാട്ട് ഈസ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധാരണ കേസസിൽ എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു വർഷം നമുക്ക് ഇൻകം ഉണ്ടാകുന്നു, അതിൻ്റെ ടാക്സ് നമ്മൾ പേ ചെയ്യണത് നെക്സ്റ്റ് ഇയറിലാണ് അല്ലേ. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകം നമ്മൾ അസസ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഇയറിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണ് സാധാരണ നമ്മൾ ടാക്സ് പേ ചെയ്യുക. പക്ഷേ ചില കേസസിൽ അസസി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കറണ്ട് ഇൻകത്തിൻ്റെ മേലെ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പേ ചെയ്യുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് ഇയറിൽ പേ ചെയ്യേണ്ടതിന് പകരം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കറണ്ട് ഇൻകത്തിൻ്റെ മേലെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പേ ചെയ്യുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ആണ് വാട്ട് ഈസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ലോട്ടറി അടിച്ചു എന്ന് വയ്ക്കുക. ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് എങ്ങനെയാണ് കിട്ടുക, ഓൾറെഡി അവർ ടാക്സ് എത്രയാണോ എമൗണ്ട് അടിച്ചത് അതിൻ്റെ ടാക്സ് അവർ അപ്പം തന്നെ കളക്ട് ചെയ്യും അല്ലേ. ടാക്സ് കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള പേയ്മെൻറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് അവരെന്ത് ചെയ്യാണ്, ഇൻകം ടാക്സ് ആ ഒരു പേ ചെയ്യുന്ന മണീൻ്റെ അപ്പം തന്നെ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി പേയ്മെൻറ്റ് തരുന്നത്. അപ്പം അങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സിൽ നിന്ന് അവരെന്ത് ചെയ്യാണ്, അപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഇൻകം ടാക്സ് ആ ഒരു മണിയിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് തരുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിളാണ് ഈ ഒരു ലോട്ടറിയുടെ കേസൊക്കെ. അടുത്തതാണ് വാട്ട് ഈസ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും അതുപോലെ തന്നെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു അസസി എത്ര ടാക്സ് പേ ചെയ്യണം എന്ന് ഡിറ്റർമിനേഷൻ ചെയ്യുന്നതിനുമാണ് എന്തെന്ന് പറയുന്നത്, അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്യുക, അതുപോലെ തന്നെ അസസി എത്ര ടാക്സ് പേ ചെയ്യണം എന്ന് ഡിറ്റർമിനേഷൻ ചെയ്യുന്നതിനെയാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ാണ് വാട്ട് ഈസ് റെഗുലർ അസസ്മെൻറ്റ്. റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെ ബേസിൽ ചെയ്യുന്ന അസസ്മെൻ്റ് ആണ് റെഗുലർ അസസ്മെൻറ്റ്. അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന അസസ്മെൻ്റ് ആണ് റെഗുലർ അസസ്മെൻറ്റ്. ഒന്നെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെ ബേസിലോ ചെയ്യുന്ന അസസ്മെൻ്റ് ആണ് റെഗുലർ അസസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസിങ് ഓഫീസർ ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു അസസിങ് ഓഫീസർ എന്ത് ചെയ്യാണ്, അസസ്മെൻറ്റ് നടത്താണ്. എന്തിൻ്റെ ബേസിൽ, അയാൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ റെലവൻറ്റ് മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ട് അസസിങ് ഓഫീസർ അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യാണ്, അസസിങ് ഓഫീസർ അയാൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും ബേസിൽ എന്ത് ചെയ്യാണ്, റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും എടുത്തിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അസസിങ് ഓഫീസർ അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്തതാണ് വാട്ട് ഈസ് സെൽഫ് അസസ്മെൻറ്റ്. സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസിങ് ഓഫീസറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ അസസി തന്നെ സ്വന്തമായിട്ട് ടോട്ടൽ ഇൻകം എല്ലാം കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് ലയബിലിറ്റി എല്ലാം എന്ത് ചെയ്യാണ് നോക്കിയിട്ട് ടാക്സ് പേ ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസി സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്, ടോട്ടൽ ഇൻകമൊക്കെ കമ്പ്യൂട്ട് ചെയ്യാണ്. അസസിങ് ഓഫീസറിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ടോട്ടൽ ഇൻകവും ടാക്സ് ലയബിലിറ്റിയൊക്കെ കമ്പ്യൂട്ട് ചെയ്തിട്ട് ടാക്സ് പേ ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാട്ട് ഈസ് റിക്കവറി ഓഫ് ടാക്സ്. റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് എന്തെങ്കിലും അരിയേഴ്സ് ഉണ്ട്, ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാലിറ്റി, ഇങ്ങനത്തെ അരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിക്കവർ
റിക്കവർ ചെയ്യുന്നതിനെയാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും അരിയേഴ്സോ അല്ലെങ്കിൽ പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കുന്നതിനെയാണ് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. മെയിനായിട്ട് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ടുണ്ട്. ഒന്ന്, ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ടൈപ്സ്. ഇഷ്ടംപോലെ ടൈപ്പ് ഉണ്ട്. ഇതിൽ നമ്മൾ ബിലേറ്റഡ് റിട്ടേണും റിവൈസ്ഡ് റിട്ടേണും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് അസസ്മെൻറ്റിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമ്മൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, റെഗുലർ അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കി അസസ്മെൻറ്റ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു. പിന്നെ ഇതിൽ ബാക്കി വരുന്നതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് 2 മാർക്കിന്. അപ്പോൾ നമ്മൾ അത് എവിടെ പറയും? എസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ അസസ്മെൻറ്റും ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ടൈപ്സ് ഒക്കെ. എസ് അല്ലെങ്കിൽ 5 മാർക്കിന് വരുന്നതാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് എടുത്തിട്ട് അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ.